നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ RDS പ്രോജക്റ്റ് ലിമിറ്റഡ് കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലാണ്. പലരും വിചാരിച്ചിരിക്കുന്ന RDX എന്നാണ്. RDX അല്ല, RDS പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ കഴക്കൂട്ടം കഴിഞ്ഞേച്ച് പള്ളിപ്പുറം ഭാഗത്തായിട്ടാണ്. അതായത് ബിനോയ് മാർബിൾസിൻ്റെ ഒരു ഷോപ്പൊക്കെ കഴിഞ്ഞേച്ച് നമ്മൾ നേരെ ഇപ്പം ആറ്റിങ്ങൽ ഭാഗത്തേക്ക് നോക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ നമ്മളിപ്പം വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഹൈവേയുടെ തന്നെ വലതുഭാഗത്തായിട്ട് തന്നെ നല്ല ഹൈറ്റിലായിട്ട് തന്നെ ഇപ്പം മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വലതുഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം നല്ല ലെങ്തിലായിട്ട് കഴിഞ്ഞിട്ട് വലതുഭാഗത്തായിട്ട് തന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്തായിട്ട് തന്നെ ഇപ്പം നമ്മൾ കാണുന്ന സർവീസ് റോഡ് ഭാഗത്ത് മണ്ണിട്ട് ലെവൽ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കിപ്പം ടാറിങ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല ഹൈറ്റിലായിട്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ നിലവിലിപ്പം റോഡിനേക്കായി നല്ല ഹൈറ്റിലായിട്ടാണ് ഈ ഒരു ഭാഗത്ത് മണ്ണിട്ട് കൊണ്ടിരിക്കുന്നത്. നല്ലോണം നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ. ഞാനിപ്പം തിരുവനന്തപുരത്ത് ഒരു ഒറ്റയ്ക്കാണ് വന്നത്. അപ്പം നിർത്തിയാണ് കുറച്ച് ഭാഗത്തെ വീഡിയോ എടുത്തത്. നമുക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമുക്ക് കുറച്ച് ദിവസങ്ങളോട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ടുള്ളത് ചെയ്യാം. തൽക്കാലത്തേക്ക് ഞാനിപ്പം ഇവിടെ തിരുവനന്തപുരം വന്നപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് മൂന്നിടത്തായിട്ടുള്ള വീഡിയോ എടുത്തതാണ്. അപ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് തന്നെ ഇടത് ഭാഗത്തും അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് നിരത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് തന്നെ റിട്ടൈനിങ് വാൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നിടത്താണ് പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പൈലിങ്ങുകളും തൂണുകളും ഒക്കെ നിർമ്മാണം നടക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി ഇവിടെ വലതുഭാഗത്ത് റിട്ടൈനിങ് വാൾ ഉയർത്തി മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്രയും അപ്ഡേറ്റാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പം നമ്മളിപ്പം പള്ളിപ്പുറം ഭാഗത്തുള്ള ഈ മണ്ണിട്ട് പൊക്കിയിരിക്കുന്നതാണ്ട് ഹൈറ്റ് കണ്ട് ഈ ഒരു ഹൈറ്റിലായിട്ടാണ് ഇപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ മൊബൈലിൽ എടുത്തതാണ് ഈ ഒരു വീഡിയോയും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഹൈറ്റിലായിട്ടാണ് നമ്മൾ ഈ പള്ളിപ്പുറം ഭാഗത്തായിട്ടുള്ള ഈ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത്. ഇത്രയും ഹൈറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി നേരെ പോകുന്നത് മംഗലപുരം ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ മംഗലപുരം ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം മംഗലപുരത്തായിട്ട് നിർമ്മിക്കുന്ന ഭാഗത്തായിട്ട് പിന്നെ ഒരു പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നതാണ് പിന്നെ നമ്മളിപ്പം കാണുന്നത്. അവിടെ തന്നെ ഇപ്പോൾ ഒരു 4-8 പിയറിൻ്റെ നിർമ്മാണം ഒരു സൈഡിലായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അത്രയും പണി നടന്നിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് 8 പിയർ, പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് 8 പിയറിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് മുമ്പോട്ട് വീണ്ടും ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്നതാണ് നമ്മളിപ്പം ദൃശ്യങ്ങൾ കാണുന്നത്. ഇപ്പം ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ വലതു ഭാഗത്തായിട്ടാണ് ഒരു സൈഡിലായിട്ടാണ് റിട്ടൈനിങ് വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തും. പിന്നെ പ്രധാനമായും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെയും വലതു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ പിന്നെ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുമ്പം ചില സ്ഥലങ്ങളിൽ ടാറിങ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഭാഗത്തായിട്ട് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് ടാറിങ് കുറച്ച് ലെങ്തിലായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ഫുള്ളായിട്ട് എടുത്താൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വർക്ക് ഫിനിഷായി കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് തരാം. അപ്പോൾ ഈ മംഗലപുരം ഭാഗത്തായിട്ടുള്ള പണി ഇത്രയാണ്. ഇപ്പം ഇടതുഭാഗത്തും ഇപ്പം ആ ഒരു റിട്ടൈനിങ് വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. വലതുഭാഗത്തായിട്ട് തന്നെ ഇത്രയും ലെങ്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വന്നിരിക്കുന്നത് കോരാണി ഭാഗത്തായിട്ടാണ്. കോരാണി ഭാഗത്തായിട്ട് തന്നെ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്കാണ്. അപ്പോൾ കോരാണി ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ നല്ല ആഴത്തിലാണ് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പണി നടക്കുന്നുണ്ട്. വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പം ആ ഒരു റിട്ടൈനിങ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു ഭാഗത്തായിട്ട് തന്നെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഈ ഒരു ഭാഗത്ത്. ഇവിടെ ഇപ്പം വലതുഭാഗത്ത് കാണുന്ന നല്ല താഴ്ചയുള്ള ഭാഗമാണ്. അവിടുന്ന് വീണ്ടും മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് തന്നെ റിട്ടൈനിങ് വാളിൻ്റെ നിർമ്മാണമാണ് ആ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം നിരപ്പിനാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്രയും ആഴത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ആ ഒരു റിട്ടൈനിങ് വാൾ ഉയർത്തുന്നത്. ആ ഒരു ഭാഗത്ത് ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം ടോപ്പ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ വീണ്ടും ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുമ്പം ഇടത്തെ സൈഡിലായിട്ടാണ് തന്നെ പണിയുള്ളത്. ഇപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇടതുഭാഗത്തായിട്ട് തന്നെ ആ ഒരു റിട്ടൈനിങ് വാൾ ഉയർത്തുന്ന പണിയാണ് നടക്കുന്നത്. നല്ല താഴ്ചയിൽ നിന്നാണ് ഇവരിപ്പം റിട്ടൈനിങ് വാൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല നേരത്തെ താഴ്ചയുള്ള ഭാഗം തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പം ആ മണ്ണ് അത്രയും നീക്കം ചെയ്ത് ലെവലാക്കിക്കൊണ്ടാണ് വരുന്നത്. ആ ഒരു പണിയാണ് ഇപ്പം കോരാണി ഭാഗത്തായിട്ട് നടക്കുന്നത്. RDS പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകുണം വരെയുള്ള റീച്ചിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് അടക്കമുള്ള റീച്ചിൽ RDS പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്.
അപ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അപ്പം കാത്തിരിക്കുക, പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.